വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു തനി നാടൻ എരുന്ത് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ എരുന്ത് കറി. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിന് പഠിക്കെ തന്നെ എരുന്ത് വിൽക്കുന്ന ആൾ വരും കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോടൊക്കെ ഇതിന് എരുന്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുക, വേറെ പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ നാട്ടിൽ വന്നപ്പം എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ ഞാൻ ആദ്യം തിരക്കിയത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ. കാരണം ഞാൻ ദുബായിൽ നിൽക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന ഒരുപാട് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എരുന്ത്, കടുക്ക എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നൊരാഗ്രഹം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന പാടനെ ഈ വിൽക്കുന്ന ആൾ അച്ഛൻ്റെ ഫ്രണ്ടാട്ടോ. അച്ഛൻ്റെ കടയിൽ എപ്പോഴും വന്ന് മരുന്നൊക്കെ വാങ്ങിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല പരിചയമുണ്ട്. അപ്പം അങ്ങനെ വീടിൻ്റെ അടുത്തുകൂടി എന്നും അധിക ദിവസവും വരും. അപ്പോൾ ഞങ്ങൾക്ക് അധികം വീട്ടിൽ ഇത് കിട്ടാറുണ്ട്, എരുന്ത് എന്നാണ് പറയുക. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം. ചില സ്ഥലങ്ങളൊന്നും ഇത് എന്താണെന്ന് പോലും അറിയാത്ത ഏരിയ ഒക്കെ ഉണ്ടെന്ന് തോന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് അറിയാത്ത ആളുകളും ഉണ്ട്, അല്ലാതെ കിട്ടാത്ത ഏരിയകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പം ഞങ്ങളിവിടെ എന്തായാലും ഇത് നന്നായിട്ട് ഒരുപാട് കിട്ടും കേട്ടോ. വീട്ടിലിങ്ങനെ വരുന്ന ഇടയ്ക്കിടയ്ക്ക് ഈ ആൾ വന്ന് ഞങ്ങൾക്ക് കൊണ്ടുതരും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്ലീനാക്കി വെച്ചിരിക്കുന്ന എരുന്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തേക്കുന്നത്. അത് പാകം നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു അളവ് ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് പാകം നോക്കിയിട്ട് അവസാനം ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അധികം വെള്ളം ആവശ്യമില്ല എരുന്തിലേക്ക്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും തനി നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്നൊരു സാധനമാണല്ലോ എരുന്ത് എന്ന് പറയുന്നത്. അതെ, അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു രീതിയിൽ, തനി നാടൻ രീതിയിൽ വിറകടുപ്പിൽ വെച്ചിട്ട് നല്ല തനി നാടൻ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി സെറ്റാക്കി വെക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. എരുന്ത് ഇങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടൊരു 5 മിനിറ്റ്സ് ആയി. ഇപ്പോൾ നമ്മുടെ എരുന്തിൻ്റെ തോടൊക്കെ ചെറുതായിട്ട് ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. അതിനി മൊത്തത്തിൽ ഓപ്പണായി വരുമ്പോഴാണ് അത് കുക്കായി നമുക്ക് മനസ്സിലാകുന്നത്. ചൂടുള്ള വിറകടുപ്പിലായതുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് ഒക്കെ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വേവും, അധികം വേവൊന്നുമില്ല കേട്ടോ ഈ എരുന്തിന്. പെട്ടെന്ന് തന്നെ വേവും. ഈ കടുക്ക ഇതുപോലെയാണല്ലോ. കടുക്ക എന്ന് പറയുന്നത്, എരുന്ത് എന്ന് പറയുന്നത് അതിൻ്റെ തോട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഇറച്ചി ഏകദേശം പാകമായി എന്നാണ്. അപ്പം ഈ എരുന്തിനുള്ളിലുള്ള ഒരു ചെറിയ ഇറച്ചി വേകാൻ അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് മുളകിട്ടിട്ട് കഴിക്കും കേട്ടോ. മുളകിട്ട് എടുത്ത് വെക്കും, അതിനൊരു പ്രത്യേക രുചിയാണ്. അതിന് ഈ എരുന്തിന് തന്നെ ഒരു നല്ലൊരു പുളിയൊക്കെ ഉണ്ടാവും, ഒരു പുളിയൊക്കെ. പക്ഷെ നമ്മളിവിടെ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1/2 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. തേങ്ങ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഈ കറിക്ക് നല്ല രുചിയായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ എരുന്ത് കറിക്ക് അങ്ങനെ കുറുക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. ഇനി വേണ്ടത് തേങ്ങ വേണം. തേങ്ങ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ചോള ഉള്ളിയും ഒരു കറിവേപ്പിലയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ തേങ്ങ ചെരുവിയിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ തേങ്ങ ചിരവി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് തേങ്ങ അരച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മുടെ എരുന്ത് മൊത്തത്തിൽ തുറന്ന് കിടക്കുന്നുണ്ട്. ഇപ്പം നല്ല ചൂടുള്ള വിറകടുപ്പിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് സ്റ്റൗവിലൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ്സിലധികമൊക്കെ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ ചൂടുള്ള വിറകടുപ്പ് അതിനോണ്ടാണ് നല്ല തിളച്ച് നന്നായിട്ട് നമ്മുടെ എരുന്തൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പം വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എരുന്തിൽ തന്നെ ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ തേങ്ങ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഈ മുളകിട്ട ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയാൻ മാത്രമല്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്താൽ മതി. അധികം വെള്ളമായി പോവരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അധികം വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല. ഇനി നമ്മൾ ആ തേങ്ങ അരച്ച ആ ഒരു പാത്രം അതിന്ന് കുറച്ച് കഴുകിയിട്ട് അതും കുറച്ച് വെള്ളം അത് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. വേറെ വെള്ളമൊന്നുമില്ല. കാരണം ആ ഒരു എരുന്തിൻ്റെ ഒരു പുളി ആ ഒരു ടേസ്റ്റ് പോകും. പിന്നെ അത് കാരണം നമ്മൾ അധികം ലൂസായിട്ട് എടുക്കുന്നില്ല. ഇതൊരു കുറുകിയ ചാറോട് കൂടിയ ഒരു തേങ്ങ അരച്ച കറിയാണ് നമ്മൾ ഈ എരുന്ത് കറി. അപ്പോൾ നമ്മുടെ കറി ഇതാ തേങ്ങ ഒഴിച്ചതിന് ശേഷം തിളച്ച് വന്നിട്ടുണ്ട്. വിറകടുപ്പിൽ അതിനോട് നല്ല ചൂടുണ്ട് കേട്ടോ. അതിലാണിത് പെട്ടെന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ്സിനുള്ളിലൊക്കെ തേങ്ങ ഒഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് തിള വന്ന് തുടങ്ങും. അപ്പോൾ ഇതേ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയ എരുന്ത് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു തോടിൽ ഇത് കഴിക്കുമ്പോൾ ഒരു തോടിൽ ഇറച്ചിയും ഒരു തോടിൽ തേങ്ങയും ആ ഒരു കണക്കിനാട്ടോ ഉണ്ടാവുക. അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. തനി നാടൻ എരുന്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എരുന്ത് കറി വറവിടാൻ വേണ്ടി ഞാൻ ചീഞ്ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വറവിടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 3 ചെറിയുള്ളി തൊലി കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2 കറിവേപ്പില നമ്മൾ അരയ്ക്കുമ്പം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മളെ കിടിലൻ ടേസ്റ്റ് നല്ല നാടൻ എരുന്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്കിതോടെ ഒരു ഉപ്പേരിയും മീൻ പൊരിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പം ഇതിൻ്റെ തോട് ചോറിൽ കുടുങ്ങാതെ ശ്രദ്ധിക്കണം. അങ്ങനെ വേണം കഴിക്കാൻ. ഇനി ഇത് കഴിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഇതുപോലെ ആട്ടോ നമ്മളിത് എടുക്കുക. ഇങ്ങനെ എടുത്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ മുളക് ഇട്ടെടുക്കണമെങ്കിൽ ഇതുപോലെ എടുക്കാം കേട്ടോ. ഇതൊരു നൊസ്റ്റു ആണ്. പണ്ടൊക്കെ ഞാനിങ്ങനെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. തേങ്ങ അരച്ച കറിക്ക് അത് വേറെ തന്നെ ടേസ്റ്റാണ്, ഇതിന് വേറെയും. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെയാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ഇത് തോടോട് കൂടി കഴിക്കുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഒന്നും നമുക്ക് കളയാൻ കഴിയില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അത് ആർക്കും പ്രശ്നമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചിലർക്ക് പറ്റാത്തതുകൊണ്ട് കേട്ടോ, അതിൻ്റെ വേസ്റ്റ് അങ്ങനെ കഴിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അത് കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കഴിക്കാൻ. പക്ഷേ അത് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ തോട് കളഞ്ഞിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തോടെങ്ങാനും കുടുങ്ങിയാൽ അത് പ്രശ്നമാകും. നല്ല ഇഷ്ടമുണ്ട്. അവിടെ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് കഴിക്കണേ. നമ്മുടെ അവിടെ ഗൾഫിലേക്കൊന്നും പോയാലൊന്നും ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടില്ലല്ലോ. ഷാർജയിലൊന്നും ഇത് കാണാനേ ഇല്ല. ഇനി കിട്ടിയാൽ തന്നെ നല്ലതായിരിക്കില്ല. വായൊക്കെ തുറന്ന് കേടുന്നതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇതെന്തായാലും അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.